കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ എംപ്ലോയീസ് യൂണിയൻ CITU വടകര യൂണിറ്റ് കുടുംബസംഗമം വടകര തേജസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. CITU വടകര ഏരിയ സെക്രട്ടറി VK വിനു കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത വികസന പ്രവർത്തനം 2016 മുതൽ 2025 വരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ നടത്തിയിട്ടുള്ള വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് നടത്തിയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ, ഇതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജനങ്ങൾക്ക് മുമ്പാകെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ CIT ഒട്ടനവധി സമര പ്രക്ഷോഭങ്ങൾക്ക് നമ്മൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്കാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാജ്യത്ത് ലേബർ കോഡ് അടിച്ചേൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം വന്നിട്ടുള്ളത്. തൊഴിലാളി വർഗം ഇന്നലെ വരെ നേടിയെടുത്തിട്ടുള്ള എല്ലാ തൊഴിലവകാശങ്ങളും സാമ്രാജ്യത്വത്തിന് അടിയറ വെക്കുന്ന രീതിയിലേക്ക് രാജ്യത്ത് ലേബർ കോഡ് നടപ്പാക്കി കഴിഞ്ഞിരിക്കുകയാണ്. തൊഴിലാളികൾക്ക് വിലപേശുവാനോ സംഘടിക്കുവാനോ സമരം ചെയ്യുവാനോ എന്നിങ്ങനെ പല രീതിയിലുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയ ലേബർ കോഡാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2021 ലേബർ കോഡ് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. കോവിഡ് എന്ന ഈ മഹാമാരി രാജ്യത്ത് വലിയ രീതിയിൽ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ മരണമടയുന്ന ഈ കാലഘട്ടത്തിൽ പാർലമെന്റ് പോലും നടക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഏകപക്ഷീയമായി ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യാതെ, ഒരു തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്യാതെ രാജ്യത്ത് വേജസ് കോ എന്ന് പറയുന്ന ഒരു ലേബർ കോഡ് ഇന്ത്യൻ പാർലമെന്റ് അവതരിപ്പിച്ചു. ആ ലേബർ കോഡിൽ പറയുന്നത് തൊഴിലാളി വർഗം ഇന്നലെ വരെ അനുവദിച്ചിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ്. തൊഴിലാളികളുടെ ജോലി സമയം 8 മണിക്കൂർ എന്നുള്ളത് 12-14 മണിക്കൂർ ആക്കിക്കൊണ്ടുള്ള ഒരു പുതിയ നിയമവ്യവസ്ഥ. ഇപ്പൊ നമുക്കറിയാം, ചിക്കാഗോവിന്റെ തെരുവീതികളിൽ ഐതിഹാസികമായി നടത്തിയിട്ടുള്ള സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ലോക തൊഴിലാളി വർഗം മെയ് 1 സർവ്വദേശീയ ദിനമായി ആചരിക്കുന്നത്. അന്ന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ അമേരിക്കയിലെ തൊഴിലാളി വർഗം നടത്തിയിട്ടുള്ള പോരാട്ടം 4 തൊഴിലാളി നേതാക്കന്മാരെ തൂക്കിലേറ്റു. നിരവധി തൊഴിലാളികൾ സമരത്തിന്റെ ഭാഗമായി മരണമടഞ്ഞു. എന്നാൽ തൊഴിലാളി വർഗം പിറകോട്ടടിക്കാതെ മുന്നോട്ട് പോയ സാഹചര്യത്തിൽ ആ സമര പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് ലോക തൊഴിലാളി വർഗം നേടിയെടുത്തിട്ടുള്ള മെയ് ദിനം എന്ന് പറയുന്ന 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ അംഗീകരിച്ചത്. ആ തൊഴിലാളികളുടെ അവകാശങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ യാതൊരു ചർച്ച പോലും കൂടാതെ വേജസ് കോ എന്ന് പറയുന്ന, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ പോയതിനു ശേഷം ഇന്ത്യയിലെ തൊഴിലാളി സംഘടനകളും രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ രീതിയിലുള്ള 29ഓളം വരുന്ന തൊഴിൽ നിയമങ്ങൾ രാജ്യത്തുണ്ടാക്കി. യൂണിറ്റ് സെക്രട്ടറി TC പ്രദീപൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സുനിത അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അനിൽ, മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗം PM ലീന എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് തൊഴിലാളികളുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികൾ നടന്നു. സുമേഷ് നന്ദി പറഞ്ഞു.